நம சிவாய வாழ்க. நாதன்றே பாதம் வாழ்க. நம சிவாய வாழ்க. நாதன்றே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിണ്ണും ഈ മണ്ണും മറ്റുള്ള ലോകങ്ങളും വിത്തേതുമില്ലാതെ സൃഷ്ടിച്ചും പാലിച്ചും ഇല്ലായ്മ ചെയ്യുന്നോരെ ലീലയല്ലോ നീ നടത്തുന്നു. കാപട്യമാർന്നോരെന്നെ നിൻ കോവിലിൻ വാതുക്കൽ ഭ്രാന്തനായി നിർത്തി നീ പെരിയ ഭക്തന്മാർക്ക് വേണ്ടവനാക്കി നീ വിഷവൃക്ഷമാകിലും വളർത്തിയോൻ വെട്ടിയിട ഉടയോനെ അവിധം എന്നെയും കാക്കേണം. എന്നെയും അല്ലയോ ഭഗവാനെ അങ്ങ് കാക്കുക, എന്നെയും അങ്ങ് രക്ഷിക്കുക. എന്താ കാരണം? വിഷവൃക്ഷമാകിലും വളർത്തിയോൻ വെട്ടിടാ ഉടയോനെ. ഈ വിഷവൃക്ഷത്തെ ജനിപ്പിച്ചതും വളർത്തിയതുമെല്ലാം അല്ലയോ ഭഗവാൻ അങ്ങാണല്ലോ. ഓരോ ജീവനെയും ഈ ഭൂമിയിൽ ജനിപ്പിക്കുന്നത് അല്ലയോ ഭഗവാൻ അങ്ങാണ്. അവിടെ കർമ്മബന്ധങ്ങളെക്ക് സാക്ഷിയായി നിൽക്കുന്നതും അല്ലയോ ഭഗവാൻ അങ്ങാണ്. അപ്പോൾ ഞാനൊരു വിഷവൃക്ഷമാണ്. ഇവിടെ മാണിക്യവാചകർ പറയാണ്, ഞാനൊരു വിഷവൃക്ഷമാണ്. പക്ഷേ ഈ വിഷവൃക്ഷത്തെ ജനിപ്പിച്ചതും നട്ടു വളർത്തിയതും പരിപാലിച്ചതുമെല്ലാം ഭഗവാൻ തന്നെയാണല്ലോ. അതുകൊണ്ട് നിൻ്റെ കടമയാണ് ഈ വൃക്ഷത്തെ പരിപാലിക്കുക എന്നുള്ളത്. നീ തന്നെയാണ് ഈ വിഷവൃക്ഷത്തിൻ്റെ ബീജമായിട്ടുള്ളത്, ആത്മാവായിട്ടുള്ളത്. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ അങ്ങ് ഈ വൃക്ഷത്തെയും കാത്ത് രക്ഷിച്ച് മോക്ഷം നൽകി അങ്ങയുടെ പാദങ്ങളിൽ ഈ വൃക്ഷത്തെയും ചേർക്കണമേ എന്ന് പറയണം. പെരിയ ഭക്തന്മാർക്ക് വേണ്ടവനാക്കി നീ എന്നെ അങ്ങ് എന്താണ് ചെയ്തത്? പെരിയ ഭക്തന്മാരുടെ കൂട്ടത്തിൽ എന്നെ ചേർത്തു. കോവിലിൻ വാതിൽക്കൽ ഭ്രാന്തനായി നിർത്തി നീ. ദേ നോക്കൂ, കാപട്യമാർന്നോരധമനാം എന്നെ നിൻ. കാപട്യമാർന്ന അധമനായ എന്നെ നീ കോവിലിൻ വാതിൽക്കൽ ഭ്രാന്തനായി നിർത്തി നീ. എന്നെ നിൻ്റെ കോവിലിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയില്ല, പുറത്ത് എന്നെ ഭ്രാന്തനെ പോലെ നിർത്തി. എന്നിട്ട് നിൻ്റെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തി. വിണ്ണും ഈ മണ്ണും മറ്റുള്ള ലോകങ്ങളും വിത്തേതുമില്ലാതെ സൃഷ്ടിച്ചും പാലിച്ചും ഇല്ലായ്മ ചെയ്യുന്ന ഈശ്വരനല്ലേ നീ. വിണ്ണിനെയും സ്വർഗത്തെയും അതേപോലെ ഭൂമിയെയും, ഈ വിണ്ണിനെയും ദേവലോകത്തെയും അതേപോലെ മറ്റു ലോകങ്ങളെയും ഈ ഭൂമിയെയുമെല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അതേപോലെ സംഹരിക്കുകയും ചെയ്യുന്നത് അല്ലയോ ഭഗവാനെ അങ്ങ് എന്നെ കൂടി ഭക്തദാസനായി സ്വീകരിക്കണമേ എന്ന് പറയാം. അപ്പോൾ ഈ പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും അതിനെ സംഹരിക്കുന്നതും എല്ലാം തന്നെ അല്ലയോ ഭഗവാൻ ശിവൻ അങ്ങാണ്. അതുകൊണ്ട് അങ്ങ് എന്നെയും കൂടി വേണ്ട പോലെ കാത്തു രക്ഷിച്ച് അങ്ങയുടെ ഭക്തനാക്കി മാറ്റി അങ്ങയുടെ അടിയാനാക്കി മാറ്റുക. ഞാനൊരു വിഷവൃക്ഷമാണ് എന്നാണ് മാണിക്യവാചകർ സ്വയം വിശേഷിപ്പിക്കുന്നത്. അതിൽ കിടന്ന വിനയം കൊണ്ടാണ് അങ്ങനെ പറയുന്നതെങ്കിലും സാധാരണ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു പ്രസ്താവനയാണിത്. നമ്മളെല്ലാം ഒരർത്ഥത്തിൽ വിഷവൃക്ഷങ്ങളാണ്. കാമക്രോധ ലോഭ മോഹാദികൾ നിറഞ്ഞ വിഷവൃക്ഷങ്ങളാണ് നമ്മളെല്ലാം. പക്ഷേ നമുക്ക് ജന്മം നൽകിയത് ഭഗവാൻ ശിവനാണ്. ഈ പരബ്രഹ്മത്തെ തീർച്ചയായിട്ടും നാം കൈകൂപ്പി വണങ്ങുമ്പോൾ നമ്മെ കാത്തുരക്ഷിക്കേണ്ട ചുമതലയും ഭഗവാനുണ്ട്. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ അങ്ങ് ഞങ്ങളെ കാത്തുരക്ഷിച്ച് അങ്ങയുടെ അടിയാന്മാരാക്കി മാറ്റിയാലും എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. ഉടയോനാകും നാഥ പോറ്റിടാം നീയല്ലാതെ പറ്റെനിക്കുണ്ടോ വേറെ. അരുളി ചെയ്താലും
നീയല്ലാതെ മറ്റൊരു കൂടിച്ചേരൽ എനിക്കില്ല. നീയാണ് എൻ്റെ ഏക ദൈവം. അങ്ങയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് അരുളി ചെയ്തിടുക, ഉടയോനാകും നാഥ, എന്നെ പോറ്റിയാലും എന്നെ കൈക്കൊള്ളണമേ, എന്നെ ആൾക്കൊള്ളണമേ. അല്ലയോ ശിവഭഗവാനെ, അങ്ങ് എന്നെ കൈക്കൊള്ളണമേ. പോറ്റിടാം പരാപരാ ഉമ്പുരാൻ തമ്പുരാനെ, ഉമ്പരുടെ ദേവന്മാരുടെ തമ്പുരാനായിട്ടുള്ളവനെ, ഏറ്റവും താഴെയുള്ളോ ഞാൻ നിന്നെ പോറ്റിടുന്നേൻ. ഏറ്റവും താഴെയുള്ള അധകൃതനായ എന്നെയും അങ്ങ് കൈക്കൊള്ളണമേ. ദേവന്മാരുടെ ദേവനായ അല്ലയോ ഭഗവാൻ, ഈ നിസാരനായ ഏഴയായ എന്നെയും കൈക്കൊള്ളണമേ. എന്നിൽ കാരുണ്യമാർന്ന് നിന്നടിയാനാക്കി തീർക്കണമേ. എന്നോട് കാരുണ്യം കാണിക്കണമേ. എന്നോടുള്ള വർദ്ധിച്ച കാരുണ്യത്താൽ അങ്ങ് എന്നെയും പോറ്റുക. ആദിയന്തമായിടും താത, എൻ്റെ താത ആദിയും അന്തവുമായ അല്ലയോ എൻ്റെ പിതാവേ, അങ്ങ് എന്നെ കൈക്കൊണ്ടാലും എന്ന് പറയണം. എന്നപ്പാ, എന്നമൃതേ, എന്നുടെ ആനന്ദമേ, എന്നുള്ളിൽ ഊറിമിന്നിയ തേനേ. അപ്പോൾ ഇവിടെയൊക്കെ തേനൂർന്ന സംബോധനയാണ് ശിവന് കൊടുക്കുന്നത്. എന്നപ്പാ, എൻ്റെ പിതാവേ, എൻ്റെ അമൃതേ, എൻ്റെ ആനന്ദസാഗരമേ, എൻ്റെ ഉള്ളിൽ നിറയുന്ന മധുരത്തേനെ, നിന്നടിമയാന്മാർക്കും ഒപ്പം എന്നെയും കൂട്ടണമേ. നിന്നടിയാന്മാർക്ക് ഒപ്പം എന്നെയും കൂട്ടി നിന്നെ അനുഭവിച്ചിടുമാറാക്കണമേ. നിന്നെ അനുഭവിക്കാൻ എന്നെ അനുഗ്രഹിക്കുക. അപ്പോൾ ശിവാനുഭൂതി അനുഭവിക്കാനുള്ള അവസരം എനിക്ക് നൽകുക. ജീവിതത്തിലെ ഏറ്റവും സ്വർഗീയമായ, ഏറ്റവും പരമാനന്ദ നിർവൃതി നൽകുന്ന ഒന്നാണ് നിന്നെ അനുഭവിക്കുക എന്നുള്ളത്. അങ്ങനെ നിൻ്റെ അനുഭൂതിയെ നുകരാൻ എനിക്ക് അവസരമൊരുക്കി തരണമേ. പിന്നെ തിരുമുടി എരിയുന്നത് തീ പോലെ വിളങ്ങുന്നോനെ, തീ പോലെ വിളങ്ങുന്ന തിരുമുടിയോട് കൂടിയവനെ, തുണയായിരിപ്പോനെ, അടിയാന്മാർക്കുള്ളൊരു നിധിയായിട്ടുള്ളവനെ, എന്നെ മാത്രം മന്നിതിൽ അലലാർന്നു നീ എന്തുകൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. എന്നെ മാത്രം ഈ ഭൂമിയിൽ ഇത്രയേറെ ദുഃഖങ്ങൾ അനുഭവിക്കാൻ നീ എന്തിനാണ് സൃഷ്ടിച്ചത്? ചൊല്ലിയിടുക. ദയവ് ചെയ്ത് എനിക്കതിന് ഉത്തരവും കൂടി പറഞ്ഞു തരിക. എൻ്റെ കഷ്ടപ്പാടുകൾക്കും എൻ്റെ ദുഃഖങ്ങൾക്കും നീ തന്നെയാണ് കാരണം. എന്തിനാണ് എന്നെ ഇങ്ങനെ ഒരു നികൃഷ്ട ജീവിതം നയിക്കാൻ ഒരു വിഷവൃക്ഷമായി അങ്ങ് നട്ടു വളർത്തിയത്? ദയവ് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരിക. മന്നൻ പുരാനെന്ന് വരിക എന്ന് ചൊല്ലുക. എൻ്റെ പുരാനെ, നീ എന്നാണ് എൻ്റെ അടുത്തേക്ക് വരിക? ബ്രഹ്മ ആദികൾക്ക് ആദ്യനായിട്ടുള്ളവനെ വരിക എന്ന് ചൊല്ലുക. കടലണിച്ചേവടികൾ പ്രേമമോടൻ്റെ നാവാൽ വാഴ്ത്തുവാനായൻ പുരാനെ വരിക എന്നും ചൊല്ലുക. എൻ്റെ അടുത്ത് വരിക. എൻ്റെ നാവിനാൽ എനിക്ക് അങ്ങയെ കീർത്തിച്ച് പാടണം. അങ്ങയുടെ കടലിണയിൽ അഭയം പ്രാപിച്ച് എൻ്റെ നാവിനാൽ അങ്ങയെ പ്രകീർത്തിച്ച് പാടാനുള്ള ശക്തി എനിക്ക് നൽകുക. അപ്പോൾ അങ്ങയെ പ്രകീർത്തിച്ച് പാടാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് കരഞ്ഞു വീണ് പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ ഭഗവാൻ, അങ്ങയുടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ, അങ്ങയെക്കുറിച്ച് എൻ്റെ നാവാൽ പാടുവാൻ അവസരം എനിക്കുണ്ടാക്കി തരിക. പാപമോചന, എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്നവനെ, നിൻ്റെ പെരുമ വാഴ്ത്തിയിടുവാൻ ചേർത്ത് നീ വിളിച്ചെന്നെ വരിക എന്ന് ചൊല്ലുക. നിൻ്റെ പെരുമ വാഴ്ത്തിപ്പാടുവാൻ അല്ലയോ ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചാലും. അപ്പോൾ തനിക്ക് ഈ തിരുവാചകം എഴുതാനുള്ള ശക്തി തരാൻ പറയുകയാണ്. ഈ നിസാരനായ എനിക്ക് നിൻ്റെ പെരുമയെ വാഴ്ത്തിപ്പാടാൻ അല്ലയോ ഭഗവാൻ അങ്ങ് അനുഗ്രഹം, കൃപ ചൊരിഞ്ഞാലും. അങ്ങനെ അങ്ങയുടെ വിഭൂതികൾ, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ സ്തുതികൾ പാടി ജീവിക്കാൻ അങ്ങ് എന്നെ അനുഗ്രഹിക്കുക. എൻ്റെ നാവിനാൽ ഞാൻ അങ്ങയുടെ മഹത്വം പാടട്ടെ. അപ്പം ശിവമഹത്വം പാടാൻ ഏത് നാവിനാണോ കഴിയുന്നത്,
മഹത്വത്തെക്കുറിച്ച് പറയാൻ ഏത് നാവിനാണോ കഴിയുന്നത് ആ നാവ് ധന്യമായതിൽ വച്ച് ധന്യമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയേറെ ധന്യമായ ശിവനാമം ഉച്ചരിക്കാൻ ഏത് നാവിനാണോ കഴിയുന്നത് ആ നാവ് ധന്യമാർന്നതാണ്. കാരണം ആ നാവിന് എന്തൊരു ആനന്ദ നിർവൃതിയാണ് ലഭിക്കുക. ശിവനാമം, ശിവൻ്റെ പുകഴ് പാടി പുകഴ്ത്താൻ അവസരം ലഭിക്കുക എന്നുള്ളത് പരമഭാഗ്യമാണ്. പാടേണം ഞാൻ നിന്നെ ദേവാ പോറ്റി, പാടി അലിഞ്ഞ് ഇല്ലാതായിടണം. പാടി അലിഞ്ഞ് നിന്നിൽ സമ്പൂർണമായി ലയിച്ചു ചേരാൻ അങ്ങനെ അനുഗ്രഹിക്കുക. ആടേണം ഞാൻ പോറ്റി, ഭക്തി കൊണ്ട്, തീവ്രമായ ഭക്തി കൊണ്ട് ഞാൻ ആടിത്തിമർക്കണം. ശരിക്കൊരു നൃത്തം, ആ താണ്ഡവമാടാൻ എന്നെയും അനുഗ്രഹിക്കുക. അമ്പലത്തിൽ ആടുന്ന നിൻ കടത്താരിണയിൽ ഞാൻ ചേരേണം. നിൻ്റെ തിരുവമ്പലത്തിൽ വാഴുന്ന അല്ലയോ ഭഗവാൻ, അങ്ങയുടെ കടലിണയിൽ അഭയം പ്രാപിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. ഹീനൻ ഞാൻ പോറ്റിയിടുന്നേൻ, ഹീനനാണെങ്കിലും ഞാൻ അങ്ങേ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. നിൽക്കണം ഈ പുഴുക്കൂടാമുടൽ പോറ്റി, ഈ പുഴുക്കൂട് പോലെയുള്ള ഈ ശരീരത്തെ അങ്ങ് കാത്തുരക്ഷിക്കുക. നീ മായയകലമാറ് പാരംകൃപ എനിക്ക് കീടേണം. നീ പാരംകൃപ, വലിയ കൃപ എനിക്ക് ഏകണം. മായയകലമാറ്, എന്നിലുള്ള മായകളെല്ലാം മാറുമാറ്, എൻ്റെ മലങ്ങളെല്ലാം മാറുമാറ് അങ്ങ് അല്ലയോ പശുപതി എന്നെ അനുഗ്രഹിച്ചാലും. മെയ്യടിയാർക്ക് മെയ്യാകും നോനെ, മെയ്യടിയാർക്ക് പുണ്യവാന്മാർക്ക് എപ്പോഴും അവരുടെ ശരീരമായി നീ നിലകൊള്ളുന്നു. അപ്പോൾ നീ ആത്മാവ് അല്ലയോ പരമാത്മാവേ, നീ പലരുടെയും മെയ്യടിയാന്മാരുടെ ശരീരമായി നിൽക്കുന്നു. പുണ്യവാന്മാരായ ഭക്തന്മാരുടെ ശരീരവും നീയാണ്. അപ്പോൾ എല്ലാവരുടെയും ഭക്തന്മാരായ ശിവദാസന്മാരുടെ ശരീരവും മനസ്സും എല്ലാം നീ തന്നെയാണ്. നീയാണ് സകലതും എന്ന് ആ ഭക്തദാസന്മാർ തിരിച്ചറിയുന്നു. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, അങ്ങ് എന്നെ പോറ്റി രക്ഷിക്കുക. എൻ്റെ നിസ്സാര ജീവിതത്തെ ധന്യമാർന്ന് മാറ്റിത്തീർക്കുക. അങ്ങനെ എൻ്റെ ജീവിതം നിന്നിൽ ലയിച്ചു തരട്ടെ. നിൻ്റെ കഴലിണയിൽ അഭയം തേടാൻ, നിൻ്റെ കഴലിണയിൽ ലയിച്ചു ചേരാൻ അല്ലയോ ഭഗവാൻ അങ്ങ് എന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ചാലും ഞങ്ങളെ ഈ മായാജാലത്തിൽ നിന്ന് രക്ഷിച്ചാലും. തിരുമൂലദേവൻ്റെ തിരുമന്ത്രത്തിലെ ഒരു ശിവസ്തുതി ഇതിനോട് സമാനമാണ്. നോക്കൂ. ചൂടുവൻ നെഞ്ചിടൈ വെപ്പൻ പിരാനിൻ്റെ പാടുവാൻ പന്മല തൂവി പണിയും നിൻ ആടുവൻ ആടി അമരാർ പിരാൻ എൻ്റെ നാടുവൻ നാൻ ഇൻ്റെ അറിവതു താനേ. എൻ്റെ നാഥ, നിന്നെ ഞാൻ ശിരസിൽ ചൂടട്ടെ, നെഞ്ചിനിൽ നിർത്തി പാടി സ്തുതിച്ച് നറുമണം വീശുന്ന പനിമലരുകളാൽ അഭിഷേകം ചെയ്തിടട്ടെ. പിന്നെ ഞാൻ ആടി സ്തുതിച്ചിടട്ടെ. ആടി നിന്ന് ഞാൻ അമ്മനെ, എൻ്റെ പ്രഭുവേ, എൻ്റെ പിതാവേ എന്നാർത്ത് വിളിച്ച് നിന്നിൽ കലർന്ന് നീയായി തന്നെയായി കൊള്ളാൻ എന്നെ അനുഗ്രഹിച്ചാലും. കണ്ടോ? അപ്പോൾ എൻ്റെ പിതാവേ എന്ന് ആർത്ത് വിളിച്ച്, അമരനെ, എൻ്റെ പ്രഭുവേ, എൻ്റെ പിതാവേ എന്ന് ആർത്ത് വിളിച്ച് നിന്നിൽ കലർന്ന് നീയായി തന്നെ അങ്ങ് മാറിക്കൊള്ളട്ടെ എന്ന് എന്നെ അനുഗ്രഹിച്ചാലും. അപ്പോൾ നീയായി മാറാൻ എന്നെ അനുഗ്രഹിച്ചാലും. അല്ലയോ അമരനെ, എൻ്റെ പ്രഭുവേ,
എന്ന് ആർത്ത് വിളിച്ച് നിന്നിൽ അലിഞ്ഞു ചേർന്ന് നീയായി തീരട്ടെ. നാടുവൻ നാൻ ഇൻ്റെ അറിവത് താനേ എന്നാണ് ഇവിടെ തിരുമൂലദേവൻ തിരുമന്ത്രത്തിൽ പാടുന്ന. അപ്പോൾ ശിവനെ സ്തുതിക്കുന്ന ഈ സ്തുതിഗീതങ്ങളെല്ലാം തന്നെ സമാനമാണ്. എന്തിനു വേണ്ടിയാണ്? ശിവൻ്റെ പാദാരവിന്ദങ്ങളിൽ ലയിച്ചു ചേരുകയും ശിവനായി മാറുകയും ചെയ്യുക. അങ്ങനെ ശിവോഹം എന്ന അവസ്ഥയിലേക്ക് ഭക്തൻ എത്തിച്ചേരുന്ന ആ ആനന്ദ നിർവൃതികരമായ അവസ്ഥാവിശേഷത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള നിതാന്തമായ പ്രാർത്ഥനകളാണ് ഇവിടെ തിരുമൂലദേവനും അതേപോലെ തന്നെ മാണിക്യവാചകരും നടത്തുന്നത്. ഇത് കേൾക്കുന്ന നമ്മളും ഈ അവസ്ഥയിലേക്ക് ഉയരുന്നു. ഓം ശിവായ നമഃ.